രണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഫേക്കാണ്. ആരും ജെന്യൂൻ അല്ല. ഐ മീൻ എല്ലാവരും ഫേക്കാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ ഗെയിം കളിക്കാനാണല്ലോ വന്നത്. സോ എല്ലാവരും ഫേക്കായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാനി ഇത് അപ്പാനി കേൾക്കുമ്പോൾ അപ്പാനി വിചാരിക്കുന്നത് ഇത് അപ്പാനിയെ ഉദ്ദേശിച്ചിട്ടാണ് രണ ഫാത്തിമ ഇത് പറഞ്ഞത് എന്നാണ്. അങ്ങനെ അപ്പാനി ഈ കാര്യം രണയെ വിളിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് ലൈവിൽ. അപ്പോൾ രണ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അല്ല, ചേട്ടനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഞാനിവിടെ എല്ലാവരും ഫേക്കാണെന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അപ്പാനി ചോദിക്കുന്നുണ്ട് നീയും ഫേക്കല്ലേ അപ്പോൾ? അപ്പോൾ രണ പറയുന്നുണ്ട് അതെ, എല്ലാവരും ഇവിടെ ഫേക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ചേട്ടൻ വിചാരിച്ചാണ് ഞാൻ ചേട്ടനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അതൊരു വലിയ വഴക്കിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച ഒരു സമയമായിരുന്നു ലൈവിൽ. പക്ഷേ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് രണ ഫാത്തിമ. അഭിലാഷും അവിടെ ഉണ്ടായിരുന്നു. അഭിലാഷും അതിന് പറയുന്നുണ്ട് അവൾ പറഞ്ഞത് അപ്പോൾ സത്യമായിരിക്കും. പിന്നെ രണ പറയുന്നുണ്ട് ചേട്ടൻ പുറത്ത് പോയിട്ട് ലൈവിൽ വേണമെങ്കിൽ എപ്പിസോഡിൽ വേണമെങ്കിൽ കണ്ടു നോക്കിയോ, എപ്പിസോഡിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ഇല്ല, എനിക്ക് വിശ്വാസമൊക്കെ തന്നെയാണ്, ഞാൻ വിചാരിച്ചു നീ എന്നെ ആയിരിക്കും പറഞ്ഞത് എന്ന്, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തീർന്നു. നേരത്തെ ഈ രണ ഫാത്തിമയും അതുപോലെ നമ്മുടെ സാബുവും തമ്മിൽ വഴക്ക് നടന്ന സമയത്ത് രണയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ശരത്ത് എത്തിയായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ട്രൈ ചെയ്ത സമയത്ത് രണ പറഞ്ഞ മറുപടി, എടുത്തടിച്ച പോലെ പറഞ്ഞ മറുപടി അപ്പാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സമയം തൊട്ട് അപ്പാനിക്ക് ചെറിയൊരു കലിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പാനി വിചാരിച്ചത് രണ ഫേക്ക് എന്ന് പറഞ്ഞത് അപ്പാനിയാണ് എന്നുള്ളത്. പക്ഷെ പിന്നീട് അല്ല എന്നാണ് ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ളത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.